എപ്പോഴാണ് ഒരു തൗബ ശരിയായ തൗബയാവുക? 3 നിബന്ധനകളാണ്. ഈ 3 നിബന്ധനകളും ഒത്തുവരണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ തൗബ ശരിയാവില്ല. ഈ 3 നിബന്ധനകളും ഒത്തുവന്ന തൗബയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തിന്മയും പിന്നെ പൊറുപ്പിക്കപ്പെടാതെ ബാക്കി ഉണ്ടാവില്ല, എല്ലാം പൊറുപ്പിക്കപ്പെടും. ഒന്നാമത്തെ നിബന്ധന, ആ തെറ്റ് നിർത്തുക, തെറ്റ് അവസാനിപ്പിക്കുക. അത് തെറ്റാണെന്ന് മനസ്സിലായാൽ ആ തെറ്റിൽ നിന്ന് വിരമിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയും തെറ്റിൽ തന്നെ തുടർന്നുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അതെന്താവൂല, അത് തൗബയാകൂല. ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന, തെറ്റ് പറ്റിപ്പോയതിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിൽ വിഷമവും സങ്കടവും ഉണ്ടാവണം. പറ്റുമെങ്കിൽ അത് ആലോചിച്ച് കരയാൻ സാധിക്കെങ്കിൽ കരയാം. കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പുറത്തേക്ക് വരുത്താൻ നമ്മൾ പരിശ്രമിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരാൾ, അവൻ കറന്നെടുത്ത പാൽ അതിന്റെ അകിടിലേക്ക് തിരിച്ച് മടങ്ങുവോളും എന്ത് ചെയ്യില്ല, നരകത്തിൽ പ്രവേശിക്കുകയില്ല. കറന്നെടുത്ത പാല് അതിന്റെ അകിടിലേക്ക് തിരിച്ച് കയറുവോളം എന്ത് ചെയ്യില്ല, നരകത്തിൽ പ്രവേശിക്കുകയില്ല. എന്ന് വെച്ചാൽ ഒരാളുടെ തൗബ ശരിയാകുന്നതിന് രണ്ടാമത്തെ അടയാളാണ് എന്ത്, ആ തെറ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. ആ തെറ്റിലേക്ക് അവനെ എത്തിച്ച, അതിലേക്ക് അവനെ പ്രേരിപ്പിച്ച ആളുകളെ പറ്റി ചിന്തിക്കുമ്പോൾ അവരോട് ദേഷ്യം തോന്നാം. നേരെ മറിച്ച് ചില ആളുകൾ പഴയ കാലത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഗതകാല സ്മരണകൾ അയവിറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നൊസ്റ്റാൾജിയ. അങ്ങനെ ഒരു ചിന്താഗതി അവന്റെ കഴിഞ്ഞു പോയ കാലത്തെ പറ്റി, തിന്മകളെ പറ്റി ആലോചിക്കുമ്പോൾ വരുന്നുണ്ടെങ്കിൽ അവന്റെ തൗബ ശരിയായിട്ടില്ല, അത് തൗബയല്ല. ആ തെറ്റിനെ പറ്റി ആലോചിക്കുമ്പോൾ വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കരച്ചിൽ വരാം. അതിലേക്ക് നമ്മൾ എത്തിച്ച, നമ്മൾക്ക് അതിലെ പ്രേരിപ്പിച്ച, കൂട്ടുനിന്ന ആളുകളെ പറ്റി ചിന്തിക്കുക, അവരോട് ദേഷ്യം തോന്നാം. മൂന്നാമത്തെ നിബന്ധന, കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യില്ല, ആ തെറ്റിനെ ആവർത്തിക്കൂല എന്ന ഉറച്ച തീരുമാനം, സത്യസന്ധമായ ദൃഢനിശ്ചയമാണ്. അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യമാണ്. നമ്മുടെ മനസ്സിൽ സത്യസന്ധത റബ്ബിനറിയാം. ഈ ഒരു സത്യസന്ധത പരിപൂർണ്ണമാണെങ്കിൽ നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടുന്നത് പരിപൂർണ്ണമായിട്ടായിരിക്കും. ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങൂല. ഇത്രയും കാലം ശൈത്താൻ അതും ഇതൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, എന്നെ തെറ്റിദ്ധരിപ്പിച്ചു, ആ തെറ്റിലേക്ക് വീഴ്ത്തിച്ചു. പക്ഷെ ഇനി എന്റെ ജീവിതത്തിൽ പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഞാൻ ഇനി ചെയ്യൂല. ഈ ഒരു ഉറച്ച തീരുമാനവും എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ നിബന്ധന, ഈ 3 നിബന്ധനകളും ഒത്തുവന്നാൽ എല്ലാ തെറ്റും, എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര കാലപ്പഴക്കമുള്ള തെറ്റാണെങ്കിലും ഒക്കെ